Hi students, welcome back to Prism online classes. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയമെൻഷൻ ആയിരുന്നു. നിർബന്ധമായിട്ട് 13 ഡയമെൻഷൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞു. ആ ഡയമെൻഷൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നത് വളരെ ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ക്ലാസ് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ ഡയമെൻഷണൽ ഫോർമുലയുടെ ആപ്ലിക്കേഷൻസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തത് ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻ ടു അനദർ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന് നമ്മൾ വ്യത്യസ്തമായ സിസ്റ്റങ്ങൾ പഠിച്ചു, CGS, FPS, MKS, SI ഒക്കെ. ഒരു സിസ്റ്റത്തിന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഡയമെൻഷൻ അനാലിസിസ്. ഇനി 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡയമെൻഷണൽ ഫോർമുല. അത് ചെക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു പ്രിൻസിപ്പിൾ പഠിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇൻ ആൻ ഇക്വേഷൻ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഓൾ ടേംസ് ആർ ഈക്വൽ. നിങ്ങൾ ഏതൊരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിലും എല്ലാ ഇക്വേഷനിലെയും എല്ലാ ടേമിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല ഈക്വൽ ആയിരിക്കും. എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. ഒരു ഇക്വേഷനാണ് V is equal to U plus AT. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ്. V is equal to U plus AT. U ഫൈനൽ വെലോസിറ്റി ആണ്, U ഇനീഷ്യൽ വെലോസിറ്റി ആണ്, A ആക്സിലറേഷൻ ആണ്, T ടൈം ആണ്. അപ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ട്? ഇവിടെ 3 ടേമുകളുള്ളത്. ഒന്നാമത്തെ ടേം V ആണ്, രണ്ടാമത്തെ ടേം U ആണ്, മൂന്നാമത്തെ ടേം AT ഒറ്റ ടേമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നിനും ഡയമെൻഷണൽ ഫോർമുല ചെക്ക് ചെയ്ത് നോക്കുക. ഡയമെൻഷണൽ ഫോർമുല ഓഫ് V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? വെലോസിറ്റി ഡയമെൻഷൻ നേരത്തെ പഠിച്ചത് LT⁻⁻1 അല്ലേ? അപ്പോൾ ഫൈനൽ വെലോസിറ്റി ആണെങ്കിൽ അതേ ഡയമെൻഷനാണ്. അതേപോലെ ഡയമെൻഷൻ ഓഫ് U എന്ന് പറഞ്ഞാൽ U ഇനീഷ്യൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഡയമെൻഷൻ ഏത് തന്നെയാണ്? LT⁻⁻1. ഇനി മൂന്നാമത്തെ ടൈം ഏതാ? AT ഡയമെൻഷൻ നോക്കിയേ. ഡയമെൻഷൻ ഓഫ് AT, A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. വാട്ട് ഈസ് ഡയമെൻഷൻ ഫോർമുല ഓഫ് ആക്സിലറേഷൻ? നേരത്തെ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി വെച്ചു. LT⁻⁻2 ഇൻറ്റു T ഡയമെൻഷൻ ഫോർമുല T. അതായത് T എന്ന് പറഞ്ഞാൽ T⁻1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? LT നിങ്ങൾ പഠിച്ചെന്താ? A⁻m ഇൻറ്റു A⁻n ഈസ് ഈക്വൽ ടു A⁻m+n. അതേപോലെ എന്റെ സ്ഥാനത്ത് T ആണുള്ളത്, എമ്മിന്റെ സ്ഥാനത്ത് -2 + 1. വാട്ട് ഈസ് -2 + 1? -2 + 1 -1 അല്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് V ഈസ് LT⁻⁻1. ഡയമെൻഷൻ ഓഫ് U ഈസ് ആൾസോ LT⁻⁻1. ഡയമെൻഷൻ ഓഫ് AT ഈസ് ആൾസോ LT⁻⁻1. വിച്ച് ഈസ് ഡയമെൻഷൻ ഓഫ് V ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് U ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് AT. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വന്നത്. അപ്പോൾ ഇതൊരു കറക്റ്റ് ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഈ കറക്റ്റ് ഇക്വേഷൻ ആയതുകൊണ്ട് എല്ലാ ടേമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ഈക്വൽ ആണ്. അതായത് ഇൻ ആൻ ഇക്വേഷൻ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഓൾ ടേംസ് ആർ ഈക്വൽ. അപ്പോൾ അപ്പോൾ ഇവിടെ നോക്കിയേ, V = U plus AT ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയത് ഡയമെൻഷൻ ഓഫ് V is equal to ഡയമെൻഷൻ ഓഫ് U, that is equal to ഡയമെൻഷൻ ഓഫ് AT. അപ്പം ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക എങ്ങനെയാണ്? നമ്മൾ ഈ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കുന്നു. എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പരിചയം അടുത്ത ഇക്വേഷൻ തന്നെ എടുക്കാം. S is equal to UT plus half AT². UT plus half AT² എടുക്കുകയാണെങ്കിൽ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡയമെൻഷൻ ഓഫ് S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്? അതും ആ ടേബിളിൽ നോക്കിയാൽ കിട്ടിയല്ലോ. ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് L. ഓക്കെ. രണ്ടാമത്തെ UT, U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ഡയമെൻഷൻ ഫോർമുല വെലോസിറ്റിയുടെ അതേ ഡയമെൻഷൻ ഫോർമുല LT⁻⁻1 ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ ഫോർമുല T⁻1. അതായത് LT⁻⁻1 + 1. വാട്ട് ഈസ് -1 + 1? 0.
എൽ ടി റേസ് ടു 0. ടി റേസ് ടു 0 ആണ് 1 ആണ്. L into 1 that is equal to L. ഓക്കെ, ഇതല്ല എന്നാ കിട്ടി. ഇനി അടുത്തേതാ ഹാഫ് എ ടി സ്ക്വയർ. ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണല്ലോ, ഒരു നമ്പർ അല്ലേ. നമ്പറിന് ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ ഉള്ളത് ആർക്കാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനാണ് ഡയമെൻഷൻ ഉള്ളത്. അപ്പോൾ ഹാഫിന് ഡയമെൻഷൻ ഇല്ല. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഡയമെൻഷൻ എന്തായിരുന്നു? എൽ ടി റേസ് ടു -2 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ടൈം. ടി സ്ക്വയർ ഉണ്ട്, എൽ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ശ്രദ്ധിച്ച് എൽ ടി റേസ് ടു -2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു 0 ഈക്വൽ ടു എൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഡയമെൻഷൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എൽ, ഡയമെൻഷൻ ഓഫ് യു ടി ഈസ് ഈക്വൽ ടു എൽ, ഡയമെൻഷൻ ഓഫ് ഹാഫ് എ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ, which means that dimension of S is equal to dimension of UT is equal to dimension of half AT square. So this equation is dimensionally correct. ഈ equation dimensionally correct ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണത്. പക്ഷേ ഇത് ഡയമെൻഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ലിമിറ്റേഷനും കാണാം. ലിമിറ്റേഷൻ ഒന്നിച്ച് ഞാൻ പറയും. ഇവിടെ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിലും ഇനി നോക്കിയേ, ഈ ഇക്വേഷൻ പറയുന്നത് ഞാൻ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിനുള്ള സ്ഥാനത്ത് യു ടി പ്ലസ് എ ടി സ്ക്വയർ എടുത്തു, അല്ലെങ്കിൽ യു ടി പ്ലസ് 100 ടി സ്ക്വയർ എടുത്തു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും യു ടി പ്ലസ് 100 എ ടി സ്ക്വയർ എടുത്താൽ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണല്ലോ. കാരണം 100ന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ യു ടി പ്ലസ് 100 എ ടി സ്ക്വയർ എന്നാൽ ഇത് ഡയമെൻഷനലി കറക്റ്റാണ്. ബട്ട് മാത്തമെറ്റിക്കലി നോട്ട് കറക്റ്റ്. മാത്തമെറ്റിക്കലി ഇതെന്തല്ല, ഒരിക്കലും കറക്റ്റ് അല്ല, ഫിസിക്കലി കറക്റ്റ് അല്ല. അപ്പോൾ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ഒരിക്കലും എല്ലാ സമയത്തും ഫിസിക്കലി കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് ഡയമെൻഷൻ്റെ ഒരു ലിമിറ്റേഷൻ തന്നെയാണ്. നമ്മൾ ഡയമെൻഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് മാത്രം ഡയമെൻഷൻ കൊടുക്കുന്നത്. നമ്പറിന് ഡയമെൻഷൻ ഇല്ല, ട്രിഗണോമെട്രിക് വാല്യൂസിന് ഡയമെൻഷൻ ഇല്ല, ലോഗരിതമിക് ഫംഗ്ഷന് ഡയമെൻഷൻ ഇല്ല. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാത്രമേ ഡയമെൻഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നമ്പർ ഏതാണെങ്കിലും ശരി, ഇത് ഡയമെൻഷനലി കറക്റ്റാണ്. അപ്പോൾ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ എല്ലാ സമയത്തും ഫിസിക്കലി കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അത് ഡയമെൻഷൻ ലിമിറ്റേഷൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ചെക്ക് ചെയ്തു, രണ്ട് ഇക്വേഷൻ കറക്റ്റ് ആണ് ചെക്ക് ചെയ്തു. ഇനി വേണമെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയേ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ എങ്ങനെ കാണാം? വി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ. വി സ്ക്വയറിന്റെ ഡയമെൻഷൻ വി എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു -1. അതിന്റെ ഡയമെൻഷൻ വി സ്ക്വയർ വേണം. സ്ക്വയർ ആകുമ്പോൾ ഈ സ്ക്വയർ രണ്ടിനും കോമൺ ആണ്. അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഇട്ടത്. അപ്പോൾ എല്ലിന് സ്ക്വയർ എടുത്താൽ എൽ സ്ക്വയർ, ടി റേസ് ടു -2 സ്ക്വയർ, ടി റേസ് ടു -1 സ്ക്വയർ, ടി റേസ് ടു -, അതായത് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈസ് ഈക്വൽ, നിങ്ങൾ പഠിച്ചത് എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പോൾ അതേപോലെ ടി റേസ് ടു -1 ഇൻറ്റു 2, -1 ഇൻറ്റു 2 -2, എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് വന്നു. ഇനി യു സ്ക്വയർ. യു സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്താ? യുന്റെ ഡയമെൻഷൻ ഇനീഷ്യൽ വെലോസിറ്റി എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ആൾസോ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇനി മൂന്നാമത്തെ നോക്കിയേ, വി 2as ആണെങ്കിൽ ഇവിടെ നോക്കിയേ 2 ന്യൂമറിക്കൽ നമ്പറാണ്, ഡയമെൻഷൻ ഇല്ല. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡയമെൻഷൻ എന്തായിരുന്നു? എൽ ടി റേസ് ടു -2 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എൽ, ദാറ്റ് ഈസ് എൽ ഇൻറ്റു എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇവിടെ നോക്കിയേ, ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ഡയമെൻഷൻ ഓഫ് 2as വിച്ച് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ടി റേസ് ടു -2. സോ ദിസ് ഇക്വേഷൻ ഈസ് ആൾസോ ഡയമെൻഷനലി കറക്റ്റ്. ഇങ്ങനെ നമുക്ക് ഓരോ ഇക്വേഷനും ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. 1-2 ഇക്വേഷൻസ് ഒന്ന് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് ശ്രദ്ധിച്ചോളൂ. ഒന്ന് എഫ് ഈസ് ഈക്വൽ ടു എം എ, രണ്ടാമത്തത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, മൂന്നാമത്തത് പ്രഷർ പി ഈസ് ഈക്വൽ ടു height into time into acceleration hgt. ഇത് കറക്റ്റ് ആണോ അല്ല നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 3 ഇക്വേഷനും കറക്റ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാം. 3 ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു 2 കൂടി ചെക്ക് ചെയ്യും, നോക്കാം നമുക്ക്. അടുത്ത നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് E is equal to mgh plus half mv square. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് നോക്കാം, ഈ എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് എനർജി? കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതി വെച്ചോ?
എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. ഇതല്ലേ എനർജി ഡയമെൻഷൻ ഫോർമുല. ഇനി എം ജി എച്ച് അടുത്ത ടേമാണ്. എം ജി എച്ച് ഡയമെൻഷൻ ഫോർമുല, എമ്മിൻ്റെ ഡയമെൻഷൻ ഫോർമുല എം തന്നെ. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതെന്ത് തന്നെയാണ്? ആക്സിലറേഷൻ ഡയമെൻഷൻ ആണ്. എന്താ ആക്സിലറേഷൻ ഡയമെൻഷൻ? എൽ ടി റൈസ് ടു -2 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. എന്തായിരുന്നു ഹൈറ്റിൻ്റെ ഡയമെൻഷൻ? എൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ദാറ്റ് ഈസ് ഈക്വൽ എം ഇൻറ്റു എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ ടി റൈസ് ടു -2. ശരിയല്ലേ? ഇനി അടുത്തതാരാ? ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഹാഫ് ഒരു നമ്പറാണ്, ഡയമെൻഷൻ ഇല്ല. പിന്നെ എമ്മിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് എം. വെലോസിറ്റി വി സ്ക്വയർ. വിൻ്റെ എന്താ? എൽ ടി റൈസ് ടു -1 അല്ലേ? എൽ ടി റൈസ് ടു -1 അല്ലേ വെലോസിറ്റിൻ്റെത്? അതിനെ സ്ക്വയർ ചെയ്യുന്നു. എൽ ടി റൈസ് ടു -1 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എല്ലിൻ്റെ സ്ക്വയർ എൽ സ്ക്വയർ ടി റൈസ് ടു -1 സ്ക്വയർ ചെയ്താൽ ടി റൈസ് ടു -2. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, എല്ലാ ടേമിൻ്റെ ഡയമെൻഷൻ ഫോർമുല സെയിം അല്ലേ? നോക്ക്, ഡയമെൻഷൻ ഓഫ് ഇ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2, ഡയമെൻഷൻ ഓഫ് എം ജി എച്ച് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2, പിന്നെ ഡയമെൻഷൻ ഓഫ് ഹാഫ് എം വി സ്ക്വയർ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. അപ്പോൾ 3 ടേമിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എം ജി എച്ച് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഹാഫ് എം വി സ്ക്വയർ. ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. കാരണം എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആയതുകൊണ്ട് ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്യാൻ പഠിക്കണം. ഇനി വേണമെങ്കിൽ അടുത്തൊരെണ്ണം നോക്കാം. ടൈം പീരീഡ് ടി ഈസ് 2π√L/g. ഇതിന് ഡയമെൻഷൻ ഫോർമുല ചെക്ക് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ റൂട്ട് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്താൽ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഡയമെൻഷൻ ഫോർമുല രണ്ട് ഭാഗത്തും ഈക്വൽ ആയാൽ മതി. അങ്ങനെ ചെയ്യാം. അപ്പോൾ സ്ക്വയർ എന്താ വരിക? സ്ക്വയർ ചെയ്യുമ്പം ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ 4, പൈൻ്റെ സ്ക്വയർ പൈ സ്ക്വയർ. റൂട്ടിനെ സ്ക്വയർ ചെയ്താൽ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്തും g/L. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്. ടൈം പീരീഡ് ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ടി സ്ക്വയർ തന്നെയാണ്. ശരിയല്ലേ? ടൈമിൻ്റെത് ടി ആണ്. ഇനി 4π² g/L. ശ്രദ്ധിക്കുക, 4π. 4 എന്ന് പറഞ്ഞാൽ നമ്പറാണ്, പൈ മറ്റൊരു നമ്പർ ഇതാണ്. അത് രണ്ടിലും എന്തില്ല? 4πക്ക് ഡയമെൻഷൻ ഇല്ലല്ലോ. പിന്നെ ജി എന്ന ഡയമെൻഷൻ, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ഗ്രാവിറ്റി എത്രയാ? എൽ ടി റൈസ് ടു -2 ബൈ എൽ. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ എത്ര തന്നെയാണ്? എൽ. ശരിയല്ലേ? എല്ലും എല്ലും കട്ട് ചെയ്യുന്നത് ടി റൈസ് ടു -2. ഇനി നമ്മൾ ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടി സ്ക്വയർ ആണ്. ആ ടി സ്ക്വയർ ഡയമെൻഷനും ടി സ്ക്വയർ തന്നെയാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് 4π² g/L. അതിന് ഡയമെൻഷൻ കിട്ടിയത് ടി റൈസ് ടു -2 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? ടി സ്ക്വയറും ടി റൈസ് ടു -2 ഈക്വൽ ആണോ? അല്ലല്ലോ. ടി സ്ക്വയറും ടി റൈസ് ടു -2 ഈക്വൽ അല്ല. ടി സ്ക്വയറും ടി റൈസ് ടു -2 ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ ഈസ് നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് 4π² g/L. രണ്ടും ഈക്വൽ അല്ല. സോ ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് ഡയമെൻഷനലി കറക്റ്റ്. ഇറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ് അല്ല ഇത്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി ഇൻകറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഡയമെൻഷനലി ഇൻകറക്റ്റ്. ഡയമെൻഷനലി കറക്റ്റ് അല്ല, ഇത് ഡയമെൻഷനലി ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ കറക്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ എല്ലാ തവണയും എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. ഇങ്ങനെ ഏതെങ്കിലും ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഞാൻ നാലാമത്തെ ഒരു ഹോംവർക്ക് കൂടി, ഇവിടെ 3 തന്നത്, നാലാമത്തെ ഒരു ഹോംവർക്ക് കൂടി എഴുതുന്നു. നാലാമത്തെ ഹോംവർക്ക് ശ്രദ്ധിച്ചോളൂ. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π √R³/gm. ഇവിടെ R റേഡിയസ് ആണ്, ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുപിടിച്ചു. m⁻⁻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 ⁻
ആണ്, അത് എം മാസ്. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ അല്ലേ എന്ന്. ഓക്കെ, അപ്പോൾ ഈ 4 ഹോംവർക്കും എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം.
the velocity of a body moving in a plane is given by v is equal to ax plus bx square, where x is the displacement, v is the velocity. Find the dimension formula of a and b. a ൻ്റെയും b ൻ്റെയും ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയാണ്. എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറഞ്ഞത്? ഇൻ ആൻ ഇക്വേഷൻ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഓൾ ടേംസ് ആർ ഈക്വൽ. എല്ലാ ടേമിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ഡയമെൻഷൻ ഓഫ് ബി എക്സ് സ്ക്വയർ. ഇനി ഇവിടെ ഓരോന്നിനും ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാൻ ആദ്യം ഞാൻ ഈ രണ്ട് ഭാഗം എടുത്തു. ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ എക്സ്. ശരിയല്ലേ? വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി? വെലോസിറ്റി ഡയമെൻഷൻ എന്താ? എൽ ടി റൈസ് ടു -1 ഈക്വൽ ടു എ എന്ന് നമുക്കറിയില്ല, ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്? എൽ. ശരിയല്ലേ? അപ്പോൾ ഈ എല്ലിനും കൊണ്ട് വന്നാൽ എൽ ടി റൈസ് ടു -1 ബൈ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ. അപ്പോൾ എയുടെ ഡയമെൻഷനാണ് എല്ലും എല്ലാം കട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഈസ് ടി റൈസ് ടു -1. ടി റൈസ് ടു -1 ആണ് എയുടെ ഡയമെൻഷൻ. ഇനി ബിയുടെ ഡയമെൻഷൻ കാണണ്ടേ? ബിയുടെ ഡയമെൻഷൻ കാണാൻ വേണ്ടി രണ്ടാമത്തെ ഭാഗം എടുക്കുന്നു. ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി എക്സ് സ്ക്വയർ. ശരിയല്ലേ? ബി എന്ന് പറഞ്ഞ വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1 ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു എൽ സ്ക്വയർ. ഡയമെൻഷൻ എന്താ? എക്സിൻ്റെ ഡയമെൻഷൻ എൽ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എൽ ആണ്, എൽ സ്ക്വയർ. ഇതിനും കൂടെ എടുത്താൽ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക എൽ ടി റൈസ് ടു -1 ബൈ എൽ സ്ക്വയർ. ഒരു എല്ല് കട്ട് ചെയ്യുന്നു. ഈ എല്ല് മേലേക്ക് വന്നാൽ ടി റൈസ് ടു -1 ബൈ എൽ എന്നാണ്. ഈ എല്ല് മേലേക്ക് വന്നാൽ എൽ റൈസ് ടു -1 ടി റൈസ് ടു -1 ഇങ്ങനെ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ഇക്വേഷൻ നോക്കിക്കോളൂ. എക്സ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി ടി സ്ക്വയർ ബൈ ടി പ്ലസ് സി. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. സോറി, ഇതിൽ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഡയമെൻഷൻ ഫോർമുല കണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എവിടെയും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി യൂസ് ചെയ്യാം. ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി സ്ക്വയർ ബൈ ടി പ്ലസ് സി. ശരിയല്ലേ? ആദ്യം ഇത് രണ്ടും എടുത്താൽ ഡയമെൻഷൻ ഓഫ് എക്സ് എന്നാൽ എൽ. ശരിയല്ലേ? എൽ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ നമുക്ക് ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ ഫോർമുല ടി ആണ്. ആ ടി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? എൽ ബൈ ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ. ഈ ടി മേലേക്ക് എടുത്താൽ ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എൽ ടി റൈസ് ടു -1. അപ്പോൾ എയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടി. എ ഡയമെൻഷൻ എന്താ? എൽ ടി റൈസ് ടു -1. അതായത് എ വെലോസിറ്റിൻ്റെ സ്ഥാനത്താണ് എൽ ടി റൈസ് ടു -1 ആണ്. ഇനി ഇവിടെ ബി ടി സ്ക്വയർ ബൈ ടി പ്ലസ് സി. ടി പ്ലസ് സി രണ്ട് ടേം ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് ടേമിൻ്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അതായത് ടി ടൈം ആണെങ്കിൽ ടൈമിനോട് ടൈം മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ടൈമിനോട് ലെങ്ത് ആഡ് ചെയ്യോ? ടൈമിനോട് മാസ് ആഡ് ചെയ്യോ? ടൈമിനോട് എന്ത് മാത്രമേ ആഡ് ചെയ്യുള്ളൂ? ടൈം മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ലെങ്ത്തിനോട് ലെങ്ത് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. മാസിനോട് മാസ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ രണ്ട് ടേം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് ടേമിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ടി പ്ലസ് സി ടീനോട് സീനെ ആഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ ടൈമിനോട് സി ആഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ സീൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? മറ്റൊരു ടൈം ആയിരിക്കണം. ടൈമിനോട് ടൈം മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടൈമിനോട് ലെങ്ത് ആഡ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഡയമെൻഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി. അതായത് ഡയമെൻഷൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ ടീൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് സി നമുക്ക് കിട്ടി. ഡയമെൻഷൻ ഓഫ് സി ഈസ് ടി എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ബിൻ്റെ ഡയമെൻഷൻ കാണും. ബിൻ്റെ ഡയമെൻഷൻ കാണാൻ ഞാൻ ഈ രണ്ട് ടേം എടുക്കുന്നു. അതായത് ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി സ്ക്വയർ ബൈ ടി പ്ലസ് സി. ശരിയല്ലേ? ഇത് നോക്കിയുള്ളൂ. ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? എക്സ് എന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ഡയമെൻഷൻ എൽ. എൽ ഈസ് ഈക്വൽ ടു ബിൻ്റെ ഡയമെൻഷൻ നമുക്കറിയില്ല. ബിൻ്റെ ഡയമെൻഷൻ ടി സ്ക്വയർ എന്ന ഡയമെൻഷൻ ടി സ്ക്വയർ തന്നെ. ടി പ്ലസ് സി ടൈമും ആഡ് ചെയ്താൽ നമുക്ക് മറ്റൊരു ടൈമാണ് കിട്ടുക.
അല്ല 5 സെക്കൻഡോ 10 സെക്കൻഡ് ആണെങ്കിൽ 15 സെക്കൻഡ് ടൈമാണ് കിട്ടുന്നത്. അതിൻ്റെ ഡയമെൻഷൻ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? അപ്പം ഈ ഒരു ടിയും കട്ട് ചെയ്താൽ ഈ ടീനും കൊടുത്താൽ L/T ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി. അതായത് LT⁻⁻1 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി. അപ്പോൾ ഇവിടെ നോക്കിയേ, ബിൻ്റെ ഡയമെൻഷനും എന്ത് തന്നെയാണ്? LT⁻⁻1 തന്നെയാണ് ബിയുടെ ഡയമെൻഷനും. ഓക്കെ, അപ്പോൾ എ ഡയമെൻഷൻ LT⁻⁻1 ആണ്, ബി ഡയമെൻഷൻ LT⁻⁻1 ആണ്, സി ഡയമെൻഷൻ എന്താണ്? ടി ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഓരോ ടേമിൻ്റെയും അല്ലെങ്കിൽ ഓരോ എയും ബിയും സി ഒക്കെ ഓരോ കോൺസെപ്റ്റ് അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല കാണുമെന്ന് പറഞ്ഞാൽ എന്ത് യൂസ് ചെയ്യുക? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്? ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷനിലെ എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആയിരിക്കും. ഈ ഇക്വേഷൻ എത്താൽ AX+BX². അപ്പോൾ വിൻ്റെ ഡയമെൻഷൻ ഫോർമുലയും AXൻ്റെ ഡയമെൻഷൻ ഫോർമുലയും BX² ഡയമെൻഷൻ ഫോർമുലയും ഈക്വൽ ആയിരിക്കും. AXൻ്റെ ഡയമെൻഷൻ ഫോർമുലയും BX² ഡയമെൻഷൻ ഫോർമുലയും ഈക്വൽ ആവുന്ന സമയത്ത് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ടൈമിനോട് ടൈം മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, വെലോസിറ്റിയോട് വെലോസിറ്റി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഫോഴ്സിനോട് ഫോഴ്സ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോഴ്സിനോട് ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യാം. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ വർക്ക് കിട്ടും. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ ഡെൻസിറ്റി ആണ് മാസ് ബൈ വോളിയം, മാസും വോളിയം ഒരേ ക്വാണ്ടിറ്റി അല്ലല്ലോ. അപ്പോൾ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അതേസമയം ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റില്ല, ഒരേ ക്വാണ്ടിറ്റി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലെങ്ത്തിനോട് ലെങ്ത്ത് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ടൈമിനോട് ടൈമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, മാസിനോട് മാസേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ടെമ്പറേച്ചറിനോട് ടെമ്പറേച്ചർ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, വെലോസിറ്റിയോട് വെലോസിറ്റി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ ക്വാണ്ടിറ്റി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ വെലോസിറ്റിയും ടൈമും മൾട്ടിപ്ലൈ ചെയ്യാം, ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സലറേഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ആക്സലറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും എല്ലാം പോസിബിളാണ്. അതേ സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്തും സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്തും ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയ T+C എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ടിയോട് സീനെ ആഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് സി മസ്റ്റ് ബി ഈക്വൽ ഡയമെൻഷൻ ഓഫ് ടി. അതായത് ആ സി എന്ന് പറഞ്ഞാൽ മറ്റൊരു ടൈം തന്നെ ആയിരിക്കണം. ടൈം ആവുന്ന സമയത്ത് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഉപയോഗിച്ച് നമ്മുടെ എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻ ഫോർമുല കറക്റ്റായിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ചു. ഇതേപോലെ ഒരു ഹോംവർക്ക് വീണ്ടും ഉണ്ട്. F ഈസ് ഈക്വൽ ടു, എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് AT+B/T+C ആണ്. എൻ്റെയും ബിൻ്റെയും സിൻ്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടത്. എഫ് ഫോഴ്സാണ്, ടി ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ ഫോർമുല അപ്ലൈ ചെയ്ത് എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഒരു ഇക്വേഷൻ ഉണ്ട്, M = M0/√(1 - x²/c²). M mass of the body, M0 is the rest mass of the body, X is a unknown variable. X എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, X എന്താ നമുക്കറിയില്ല. ആ X ആ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് നമ്മൾ കാണാൻ പറഞ്ഞത്. C is the velocity of light. അപ്പോൾ നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ X എന്താണെന്ന് ചോദിച്ചത്, X ഏത് ക്വാണ്ടിറ്റിയാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ നമുക്ക് ഫുള്ളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ തന്നാൽ ഇവിടെ ശ്രദ്ധിച്ച്, ഒരേ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പം സബ്ട്രാക്ട് ചെയ്യുമ്പം നമുക്ക് ആഡ് ചെയ്യാം, അതേപോലെ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പം 1 - x²/c² എന്നല്ലേ, 1ൽ നിന്ന് x²/c² മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് 1 മസ്റ്റ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് x²/c² ആവണ്ടേ? വേണ്ടേ? ഡയമെൻഷൻ ഓഫ് 1ൻ്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആവണം? x²/c. അതായത് ഇത് 1 - x²/c² എന്നാണെങ്കിൽ ഈ രണ്ട് ടേമിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആയാലും ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 1ന് ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ ഇല്ലെങ്കിൽ നമ്മൾ എഴുതാറുള്ളത് m⁻⁴, l⁻⁴, t⁻⁴. അതായത് 1 തന്നെ വരിക. വേണമെങ്കിൽ നമുക്കൊരു 1 കൊടുക്കാം, അല്ലെങ്കിൽ l⁻⁴ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് x²/ഡയമെൻഷൻ ഓഫ് c². സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ, വെലോസിറ്റി ഡയമെൻഷൻ LT⁻⁻1² ഇവിടെ l⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഈസ് ഈക്വൽ ടു x² ഇതിനെന്ത് എഴുതാം? LT⁻⁻1² ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x² ഈസ് ഈക്വൽ ടു, ഈ 1/1 അല്ല വരിക, LT⁻⁻1² ശരിയല്ലേ?
രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുത്താൽ ടേക്ക് സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് എടുത്താൽ എന്താ കിട്ടുക? സ്ക്വയർ റൂട്ട് എടുത്താൽ എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എക്സ്. എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എൽ ടി റേസ് ടു -1. അപ്പോൾ നമുക്ക് കിട്ടിയത് ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -1. എൽ ടി റേസ് ടു -1ൻ്റെ എൽ ടി റേസ് ടു -1 നമുക്ക് കിട്ടിയ ഡയമെൻഷൻ. എൽ ടി റേസ് ടു -1 ആരുടെ ഡയമെൻഷനാണ്? വെലോസിറ്റിയുടെ ഡയമെൻഷനാണ്. ദാറ്റ് ഈസ് ഹിയർ എക്സ് റെപ്രസെൻറ്റ്സ് വെലോസിറ്റി. എക്സ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ ഇക്വേഷനിൽ എക്സ് അൺനോൺ ആയി തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് എക്സ് റെപ്രസെൻറ്റ്സ് വെലോസിറ്റി. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? എം ഈസ് ഈക്വൽ ടു m0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 - v²/c² എന്നായിട്ട് മാറും. v ഈസ് ദ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് മിസ്സിംഗ് ടേം, അല്ലെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന എക്സ് അൺനോൺ വേരിയബിൾ എന്താണ്. അപ്പോൾ ഡയമെൻഷനിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിച്ചത് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ഇക്വേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ പഠിച്ചു. അതിൻ്റെ കൂടെയാണ് ഓരോ ക്വാണ്ടിറ്റിയുടെ, അതായത് ഓരോ എയും ബിയും സി ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി യൂസ് ചെയ്തു. ഇതാണ് ഡയമെൻഷൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോൾ 4-5-6 പ്രോബ്ലംസ് ചെയ്തു. ഈ പ്രോബ്ലംസൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയെടുക്കുക. സ്വന്തമായിട്ട് ആദ്യം വീഡിയോ കാണുക, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുക, നിങ്ങൾ ചെയ്ത് കറക്റ്റാണോ അല്ലേ നോക്കുക. എന്നിട്ട് മാത്രം നോട്ടിലേക്ക് എഴുതുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. സെക്കൻഡ് ആപ്ലിക്കേഷന് ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. അത് ഡിറൈവ് ചെയ്യാൻ ഒരു എക്സാമ്പിളിലൂടെ നോക്കുന്നു, ശ്രദ്ധിച്ചോളൂ. ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. എന്താ സിമ്പിൾ പെൻഡുലം? സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്, ആ സ്ട്രിങ്ങിൻ്റെ ഒരു എൻഡിലായിട്ട് ഒരു ബോബ് മാസ് സസ്പെൻഡ് ചെയ്താൽ സിമ്പിൾ പെൻഡുലം. ഇത് നിങ്ങൾ ജസ്റ്റ് മൂവ് ചെയ്യിച്ചാൽ ഇങ്ങനെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ, അതായത് ഒരു നൂലിൻ്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടി നോക്കിയാൽ ഇങ്ങനെ അതിനെ നിങ്ങൾ ഓസിലേറ്റ് ചെയ്യിച്ചാൽ ഇങ്ങനെ മൂവ് ചെയ്യല്ലോ. ഇതാണ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്, ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. 1-2 തവണ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് അറിയണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ, ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ടി. ആര് ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിപ്പെൻഡ്സ് ഓൺ ഫസ്റ്റ് വണ് മാസ് ഓഫ് ദി ബോബ്. ഇതിൻ്റെ മാസ് എം ആണ്, ഈ ബോബിൻ്റെ മാസ് എം. 2 ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. 3 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ 3 ക്വാണ്ടിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡാണ്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നിരിക്കും. ഏതൊക്കെയാണ്? മാസ് ഓഫ് ദി ബോബ്, ഈ ബോബ് താഴെ കൊടുത്തതിൻ്റെ മാസ്. ലെങ്ത് ഓഫ് ദി സ്ട്രിങ്, ഈ നൂലിൻ്റെ ലെങ്ത്. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇങ്ങനെ ഇക്വേഷൻ കിട്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിയല്ലോ. എന്തിനുള്ള ഇക്വേഷനാണ് കണ്ടത്? ടൈം പീരീഡ്. അപ്പോൾ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ, ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെയോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് 3നും ഡിപ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണോ, സ്ക്വയർ റൂട്ടിന് പ്രൊപ്പോർഷണലാണോ, സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ജി റൈസ് ടു സി. വെറുതെ എയും ബിയും സിയും കൊടുത്താണ്. അപ്പം ഏത് ക്വാണ്ടിറ്റിയുടെ ഇക്വേഷനാണോ കണ്ടത് ആ ക്വാണ്ടിറ്റി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതുന്നു. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് റൈസ് ടു എ, B, C. For example, force acting on a body depends on mass of the bob and acceleration. മാസിനെയും ആക്സിലറേഷനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു, എന്ത് എഴുതാം? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് എം റൈസ് ടു എ, ആക്സിലറേഷൻ എ റൈസ് ടു ബി. ഇനി നിങ്ങൾ ഈ വാരിയബിൾ എ ബി സി ആണ് എക്സ് വൈ സെഡ് എന്നോ എന്ത് വേണം എടുക്കാം, ഒരു പ്രശ്നം കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദാറ്റ് റൈസ് ടു എ ബി സി. 4ാമത്തെ ക്വാണ്ടിറ്റി ഡി, അങ്ങനെയൊക്കെ ഈ എയും ബിയും സി അങ്ങനെ കണ്ടുപിടിക്കുക. അതിനുവേണ്ടിയാണ് ഡയമെൻഷൻ ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എന്ത് ക്വാണ്ടിറ്റിയുടെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നു.
വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ഡിപ്പെൻഡിങ് ദ ഫാക്ടേഴ്സ് റേസ് ടു എ ബി സി ഡി അങ്ങനെ കൊടുക്കും. മറ്റൊരാൾ റേസ് ടു എക്സ് വൈ സെഡ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല, അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എം റേസ് ടു എ എൽ റേസ് ടു ബി ജി റേസ് ടു സി, ഇക്വേഷൻ 1. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത് ആദ്യമായിട്ട് എന്തൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കണം. അതിനുശേഷമായിട്ട് ഫസ്റ്റ് ടി, ഇതിൻ്റെ ഡയമെൻഷൻ എന്താ? അപ്ലൈൻ ഡയമെൻഷൻ ഓഫ് ടി ഈസ് ടൈം പീരിയഡ് ഡയമെൻഷൻ ടി തന്നെയാണ്. കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റൻ്റ് ആണ്, ആ കോൺസ്റ്റൻ്റ് ഡയമെൻഷൻ ഇല്ല. എം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എം ആണ്. എൽ ലെങ്ത് ആണ്, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എൽ. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അതിൻ്റെ ഡയമെൻഷൻ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എൽ ടി റൈസ് ടു -2. Substituting the dimensions in equation 1. Equation 1 substitute എന്താ കിട്ടുക? Equation 1 therefore equation 1 becomes substitute ചെയ്താൽ t is equal to ടൈമിൻ്റെ ഡയമെൻഷൻ t ആണ്, t is equal to k ക്ക് ഡയമെൻഷൻ ഇല്ല, എമ്മിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം റൈസ് ടു എ, എല്ലിൻ്റെ ഡയമെൻഷൻ എൽ റൈസ് ടു ബി, ജിയുടെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -2 ഓൾ റൈസ് ടു സി. നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ ടി ഈസ് ഈക്വൽ ടു എം റൈസ് ടു എ എൽ റൈസ് ടു ബി, ഇവിടെ എൽ ടി റൈസ് ടു -2 ഓൾ റൈസ് ടു സി എന്നാണ്. ആ സി രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ എൽ റൈസ് ടു സി ടി റൈസ് ടു -2 സി. ഇവിടെ നോക്കിയേ, എൽ റൈസ് ടു ബി ഇൻറ്റു എൽ റൈസ് ടു സി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ, ശരിയല്ലേ? ഇവിടെ എൻ്റെ സ്ഥാനത്തുള്ളത് എൽ ആണ്, എമ്മിൻ്റെ സ്ഥാനത്ത് ബി ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് സി ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ടി ഈസ് ഈക്വൽ ടു എം റൈസ് ടു എ എൽ റൈസ് ടു ബി പ്ലസ് സി ടി റൈസ് ടു -2 സി. ഇങ്ങനെ കിട്ടി. അപ്പോൾ ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആവണം. അങ്ങനെ രണ്ടും ഈക്വൽ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? പവേഴ്സ് ഓഫ് എം എൽ ആൻഡ് ടി ബിക്കം ഈക്വൽ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ എമ്മിൻ്റെയും എല്ലിൻ്റെയും ടീൻ്റെയും പവർ നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ നോക്കിയേ, അപ്പോൾ ഇക്വേറ്റിംഗ് പവേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ ഇക്വേറ്റിംഗ് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്നു. പവേഴ്സ് ഇക്വേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഇവിടെ എമ്മിൻ്റെ പവർ എ ആണ്, ആദ്യം എമ്മിൻ്റെ പവർ എടുത്തു. ഇക്വേറ്റിംഗ് പവേഴ്സ് ഫസ്റ്റ് എമ്മിൻ്റെത്, എമ്മിൻ്റെ എടുക്കുമ്പോൾ എമ്മിൻ്റെ പവർ എ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എം ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ എൻ്റെ വാല്യൂ എത്രയാണ്? 0. ഇനി എല്ലിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ എല്ലിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുന്നു. ഇവിടെ എല്ലിൻ്റെ പവർ എത്രയാ? ബി പ്ലസ് സി ഈക്വൽ ടു, ഇവിടെ എല്ലിന് പവർ ഉണ്ടോ? ഇല്ല, 0. മൂന്നാം ടീൻ്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ ടീൻ്റെ പവർ എത്രയാ? -2 സി ഈക്വൽ ടു, ഇവിടെ ടീൻ്റെ പവർ എത്രയാ? ടി എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു 1 എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതാം 2c is equal to -1 എഴുതാം, or c is equal to -1/2. c is equal to -1/2 ഇവിടെ കൊടുത്താൽ എന്താ കിട്ടുക? b -1/2 is equal to 0. c ന് സ്ഥാനത്ത് -1/2 എടുത്തു. ഇനി b -1/2 0, b is equal എത്ര ആയിട്ടുണ്ട്? 1/2. അപ്പോൾ a is equal to 0, b is equal 1/2, c is equal -1/2. ഇത് മൂന്നും നമ്മൾ ഡയമെൻഷൻ ഉപയോഗിച്ച് കണ്ടെത്തി. ഇനി എന്താ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂസ് ഓഫ് എ ബി ആൻഡ് സി ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 കൊടുത്താൽ എന്താ കിട്ടുക? 1 കൊടുത്ത് നോക്കുക. ഇക്വേഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ ഏതാ ഇക്വേഷൻ 1? ഇതല്ലേ? ഇവിടെ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റൈസ് ടു എൻ്റെ വാല്യൂ എത്ര നോക്കുക? വാട്ട് ഈസ് വാല്യൂ ഓഫ് എ? 0, എ റൈസ് 0. എൽ റൈസ് ടു ബി, ബിൻ്റെ വാല്യൂ എത്രയാ? ബിൻ്റെ വാല്യൂ നോക്ക് 1/2. പിന്നെ ജി റൈസ് ടു സി, സിൻ്റെ വാല്യൂ എത്രയാ? സിൻ്റെ വാല്യൂ നോക്കുക ഇവിടെ -1/2. ശരിയല്ലേ? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? ശ്രദ്ധിച്ചോ. ടി ഈസ് ഈക്വൽ ടു കെ, എം റൈസ് ടു 0 എന്നാൽ 1 ആണ്. ഏത് നമ്പർ റൈസ് ടു 0 എന്നാൽ 1 ആയിരിക്കും. വാരിയബിൾ റൈസ് ടു 0 ആണെങ്കിൽ 1 ആണ്. പിന്നെ എൽ റൈസ് ടു 1/2,
ബൈ ജി റേസ് ടു 1/2. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1/a⁻n ഈസ് ഈക്വൽ ടു a⁻−n. ശരിയല്ലേ? a⁻−n 1/a⁻n എഴുതാമല്ലോ. അപ്പോൾ അതേപോലെ g⁻−1/2 1/g⁻½ എഴുതാം. ഇനി എന്താ a⁻½ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചത് √a എന്നാണ്. g⁻½ എന്ന് പറഞ്ഞാൽ √g ആണ്. l⁻½ √l ആണ്. അപ്പോൾ നമുക്ക് എഴുതാം t is equal to k into 1 k, l⁻½ √l, g⁻½ √g. √a/√b √a/b ആണ്. അപ്പോൾ നമുക്ക് എഴുതാം t is equal to k into √l/g. This is the equation of time period of a simple pendulum. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടൈം പീരീഡ് കാണാൻ ഏത് ക്വാണ്ടിറ്റി ആണോ കാണേണ്ടത് ആ ക്വാണ്ടിറ്റി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതുന്നു. ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് റേസ് ടു എ ബി സി നിങ്ങൾ കൊടുക്കുന്നു. എന്നിട്ടോ എന്താ ചെയ്യുന്നത്? ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കി ഓരോ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എല്ലാ ക്വാണ്ടിറ്റിയും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? രണ്ട് ഭാഗം പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്നു. എമ്മിൻ്റെയും എൽ-ടിൻ്റെയും പവേഴ്സ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടും. ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുന്നു. എല്ലാം ഇക്വേഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ അത് റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു √l/g. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. Derive expression for kinetic energy of a body. It depends on mass of the body and velocity of the body. അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ. കൈനറ്റിക് എനർജിയിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് മാസ് ഓഫ് ദി ബോഡി, മാസ് m⁻a എന്ന് എഴുതാം. രണ്ടാമത് വെലോസിറ്റി ഓഫ് ദി ബോഡി, ദാറ്റ് ഈസ് v⁻b. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് റേസ് ടു എ ബി. ഇനി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് k ഇൻറ്റു m⁻a v⁻b. ഇവിടെ നമുക്ക് ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആദ്യമായിട്ട് കൈനറ്റിക് എനർജി ഡയമെൻഷൻ എന്താ? കൈനറ്റിക് എനർജി ഡയമെൻഷൻ, എനർജിയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? ml² t⁻². രണ്ടാമത്തേതോ കെക്ക് ഡയമെൻഷൻ ഇല്ല. എമ്മിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? എം തന്നെ. വെലോസിറ്റി ഡയമെൻഷനോ? വെലോസിറ്റി ഡയമെൻഷൻ ഓഫ് v is equal to l⁻⁻1. ഈ ഡയമെൻഷൻ എല്ലാം എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ml² t⁻² is equal to കേക്ക് ഡയമെൻഷൻ ഇല്ല m⁻a വീണ്ടും l⁻⁻1b. ദാറ്റ് ഈസ് ഈക്വൽ ടു m⁻a l⁻b t⁻−b എന്ന് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേറ്റിംഗ് പവേഴ്സ് ഓഫ് എം, എൽ ആൻഡ് ടി ഓരോന്നിനും ഈ പവർ ഇക്വേറ്റ് ചെയ്ത് നോക്ക്. ഇക്വേറ്റിംഗ് പവേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ ശ്രദ്ധിക്കുക. ഇക്വേറ്റിംഗ് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്നു. പവേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ 1/1 ആയിട്ട് ശ്രദ്ധിച്ചോളൂ. എമ്മിൻ്റെ പവറാണ് ആദ്യം ഇക്വേറ്റ് ചെയ്യുന്നതെങ്കിൽ എമ്മിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ എമ്മിൻ്റെ പവർ ഇവിടെ എ റൈറ്റ് ഹാൻഡ് സൈഡിൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് m⁻1 അല്ലേ? അതല്ലേ എം. a is equal to 1 കിട്ടി. ഇനി എല്ലിൻ്റെ പവർ നോക്ക്. എല്ലിൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലിൻ്റെ പവർ ബി is equal to ഇവിടെ എല്ലിൻ്റെ പവർ എത്രയാ? 2. അപ്പോൾ നമുക്ക് എയും ബി കാണാനുള്ളൂ. അതുകൊണ്ട് ഇത് ഇനി മൂന്നാമത്തെ സി കൊണ്ട് ടീൻ്റെ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് a is equal to 1, b is equal to 2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എത്ര കിട്ടുക? കൈനറ്റിക് എനർജി is equal to ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. k m⁻a വാല്യൂ 1, v⁻b വാല്യൂ 2, kmv² കിട്ടി. കൈനറ്റിക് എനർജി is equal to kmv². ഈ ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് ഇവിടെ കൊടുത്ത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വാല്യൂ ഒരിക്കലും നമുക്ക് ഇത് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ കൂടിയാണ്. അതും ഈ കെൻ്റെ വാല്യൂ ശരിക്കും 1/2 ആണ്, ½ ആണ്. അത് ഈ മെത്തേഡ് ഉപയോഗിച്ചല്ല കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റി. എന്താ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്? ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത്
ഒരു ടേമുള്ള ഇക്വേഷൻ മാത്രമേ ഡിറൈവ് ചെയ്യാൻ പറ്റൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിലും ഓരോ ടേം മാത്രമേ പറ്റുള്ളൂ. ഒന്നിലധികം ടേം, അതായത് v = u + at ഒരിക്കലും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റൂല. ഒന്നിലധികം ടേമുള്ള ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ, ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റൂല. ഒരു ടേം മാത്രമാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ. The frequency of a waves on a stretched string. വലിച്ചു കെട്ടിയ നൂലിൻ്റെ മേലെ ഉണ്ടാവുന്ന ഒരു തരംഗത്തിൻ്റെ ആവൃത്തി ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 1 by 1 ആയിട്ട് കണ്ടുപിടിക്കാം. ഒന്ന്, ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഫ്രീക്വൻസി ഞാൻ എഫ് കൊണ്ട് അല്ലെങ്കിൽ ന്യൂ കൊണ്ട് എഫ് കൊണ്ട് റിപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എഫ് ഡിപ്പെൻഡ്സ് ഓൺ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നു? ലെങ്ത് ഓഫ് ദി സ്ട്രിങ്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തേത് ടെൻഷൻ ഓൺ ദി സ്ട്രിങ്, അതിൻ്റെ മേലെ വലിവ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മൂന്നാമത്തേത് മാസ് ഓഫ് ദി സ്ട്രിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നാലാമത്തേത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ 4 ക്വാണ്ടിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനനുസരിച്ച് കൊണ്ട് വേണമെങ്കിൽ ഇനി 4 ക്വാണ്ടിറ്റി ആവും ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി സ്ട്രിങ്, ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ആൻഡ് ടെൻഷൻ ഓൺ ദി സ്ട്രിങ്. ഈ 3 ക്വാണ്ടിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ വരുന്ന സമയത്ത് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു എ ടി റൈസ് ടു ബി എം റൈസ് ടു സി. ഇനി എഫ് ഈസ് ഈക്വൽ ടു, എഫ് ഫ്രീക്വൻസിയാണ്, കെ എൽ റൈസ് ടു എ ടി റൈസ് ടു ബി എം റൈസ് ടു സി. ഇക്വേഷൻ 1 നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി ഓരോ ഡയമെൻഷൻ നോക്കിയേ. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഡയമെൻഷൻ എന്തായാലും ഓർക്കുന്നുണ്ടോ? ഫ്രീക്വൻസി ഡയമെൻഷൻ 1 by ടി റൈസ് ടു -1 ആയിരുന്നു. രണ്ട്, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? എൽ തന്നെയാണ്. ടി എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ടെൻഷനും ഫോഴ്സും ത്രസ്റ്റും ഒരേ ഡയമെൻഷനല്ലേ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ വലിവ്, സ്ട്രെച്ചിങ് ഫോഴ്സ് ആണ് ടെൻഷൻ. ആ വലിക്കുന്ന ഫോഴ്സിൻ്റെ പേരാണ് ടെൻഷൻ. അപ്പോൾ ഫോഴ്സ് തന്നെയാണ് ടെൻഷൻ. അപ്പോൾ അതെന്താ? എം എൽ ടി റൈസ് ടു -2. പിന്നെ മാസിൻ്റെത് എം തന്നെ. ഇതിൻ്റെ ഡയമെൻഷനിലാണ് നിങ്ങൾ ഇവിടെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? ശ്രദ്ധിക്കുക. എഫിൻ്റെ സ്ഥാനത്ത് ഡയമെൻഷൻ ടി റൈസ് ടു -1 ഈക്വൽ ടു കെയുടെ ഡയമെൻഷൻ ഇല്ല എൽ, എല്ലിൻ്റെ ഡയമെൻഷൻ എൽ റൈസ് ടു എ, ടി ഡയമെൻഷൻ എന്താ? എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഓൾ റൈസ് ടു ബി. മൂന്നാമത്തെ എം റൈസ് ടു മാസിൻ്റെ എം റൈസ് ടു സി. ശരിയല്ലേ? ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എൽ റൈസ് ടു എ ഇവിടെ ഉണ്ട്, ഇവിടെ എം റൈസ് ടു ബി ഉണ്ട്, എൽ റൈസ് ടു 2b ഉണ്ട്, ടി റൈസ് ടു -2b ഉണ്ട്, എം റൈസ് ടു സി ഉണ്ട്. ഒന്നുകൂടി ഇക്വേറ്റ് ചെയ്താൽ ടി റൈസ് ടു -1 ഈസ് ഈക്വൽ ടു എം റൈസ് ടു ബി ഇവിടെ ഉണ്ട്, ഇവിടെ എം റൈസ് ടു സി ഉണ്ട്. അപ്പോൾ എം റൈസ് ടു ബി പ്ലസ് സി എന്ന് എഴുതണം. എൽ റൈസ് ടു ഇവിടെ എ ഉണ്ട്, എ ഇവിടെ 2b ഉണ്ട്, എ പ്ലസ് 2b എന്ന് എഴുതാം. ഓക്കെ. മൂന്നാമത്തത് ടി റൈസ് ടു -2b. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് പവേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. ആദ്യം എമ്മിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുന്നു. എമ്മിൻ്റെ പവർ ഇക്വേറ്റ് ഇവിടെ ബി പ്ലസ് സി ഈക്വൽ ടു 0. ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ബി പ്ലസ് സി ഈക്വൽ ടു 0. എല്ലിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്താലോ എ പ്ലസ് 2b is equal to 0. ഇക്വേഷൻ നമ്പർ 3. ടീൻ്റെ പവർ ഇക്വേറ്റ് ചെയ്താലോ പറ -2b is equal to -1. അപ്പോൾ മൈനസ് പോയാൽ b is equal to 1/2 കിട്ടും. ബിൻ്റെ വാല്യൂ 1/2 കിട്ടിയാൽ ഇക്വേഷൻ 1 നമുക്ക് എന്ത് എഴുതാം? ഫ്രം ഇക്വേഷൻ 1 എന്ത് എഴുതാം? 1 എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ബിൻ്റെ സ്ഥാനത്ത് 1/2 എടുത്താൽ 1/2 പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ഓർ സി ഇസ് ഈക്വൽ ടു -1/2. അപ്പോൾ ബിയും സിയും കിട്ടി. ഇനി എ കാണേണ്ടത്. എ കാണണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഇക്വേഷൻ 3 നോക്കുക. ഇക്വേഷൻ 2 ആണ്. ഇക്വേഷൻ 3 എന്തായിട്ട് മാറും? ഇക്വേഷൻ 3 ബിക്കം, ശ്രദ്ധിച്ച്, എ പ്ലസ് 2 ഇൻറ്റു ബി എന്താ? ബി 1/2 ഈക്വൽ ടു 0.
ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 കട്ട് ചെയ്താൽ a is equal to -1. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടിയല്ലോ. എല്ലാത്തിൻ്റെയും വാല്യൂ കിട്ടിയാൽ ജസ്റ്റ് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എഴുതാം f is equal to equation, therefore equation 1 become f is equal to k ആരൊക്കെയാ? l raised to a എന്ന സ്ഥാനത്ത് -1, t raised to b എന്ന സ്ഥാനത്ത് 1/2, m raised to c എന്ന സ്ഥാനത്ത് -1/2. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ k t raised to 1/2 by l raised to -1 എന്ന 1/l ആണ്. m raised to -1/2 ആണ് by m raised to 1/2 ആണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ f is equal to k by l. ഇവിടെ ടീൻ്റെ t raised to half റൂട്ട് t എന്ന് എഴുതാം, by m raised to half റൂട്ട് m എന്ന് എഴുതാം. അതായത് that is equal to k by l into root of t by m. This is the frequency of a wave on a structural string. ഒരു വലിച്ചു കെട്ടിയ നൂലാണെങ്കിൽ അതിൻ്റെ മേലുള്ള ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണ്. നിങ്ങൾ ഈ പ്രോബ്ലം ഒക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇവിടെ ഞാനിങ്ങനെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഈ ഓരോ പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഞാൻ തരുന്ന ഹോംവർക്ക് നിങ്ങൾ ചെക്ക് ചെയ്യാവും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ 3 പ്രോബ്ലം ഇപ്പോൾ ഞാൻ ചെയ്തു. ആദ്യമായി ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം പറഞ്ഞു, രണ്ടാമത്തത് കൈനറ്റിക് എനർജി ഇക്വേഷൻ പറഞ്ഞു, മൂന്നാമത്തത് ഫ്രീക്വൻസി ഇക്വേഷൻ. 3 പ്രോബ്ലം ഞാൻ ചെയ്തു. ഇതേപോലത്തെ ഹോംവർക്ക് ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തത് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. ഡിറൈവ് expression for velocity of a satellite. എന്നിട്ട് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ശ്രദ്ധിച്ചോ. ഡിപ്പെൻഡ്സ് ഓൺ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിപ്പെൻഡ്സ് ഓൺ ഒന്ന് മാസ് ഓഫ് സാറ്റലൈറ്റ്, രണ്ടാമത്തത് മാസ് ഓഫ് സാറ്റലൈറ്റ്, രണ്ടാമത്തത് റേഡിയസ് ഓഫ് ദി ഓർബിറ്റ്, മൂന്നാമത്തത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പം ഇതേപോലെ ഈ പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ചെയ്യാം. ഇതൊരു ഹോംവർക്കാണ്. അപ്പം ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന മാസ് ഓഫ് സാറ്റലൈറ്റ്, റേഡിയസ് ഓഫ് ഓർബിറ്റ് ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിന് കറക്റ്റായിട്ട് ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യുക. ഈ ചെയ്ത പോലെ തന്നെ ഇതേപോലത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ ലിമിറ്റേഷൻ വന്ന സമയത്ത് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഡയമെൻഷനലി കറക്റ്റായ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ന്യൂമറിക്കൽ നമ്പറിനും ട്രിഗണോമെട്രിക് ഫംഗ്ഷനൊന്നും ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ ഒന്നിലധികം ടേമുള്ള ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റൂല. VCU + AT എന്നോ SCUT + ½ AT ഇതൊന്നും ഡിറൈവ് ചെയ്യാൻ ഏത് ഉപയോഗിച്ച് പറ്റൂല? ഡയമെൻഷൻ ഉപയോഗിച്ച് പോസിബിൾ അല്ല. അപ്പോൾ ഡയമെൻഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ടേമുള്ള ഇക്വേഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഞാനിവിടെ 3 എക്സാമ്പിൾ പറഞ്ഞു. നാലാമത്തെ നിങ്ങൾക്ക് ഒരു ഹോംവർക്കും തന്നു. ഇതെല്ലാം ചെയ്ത് നോക്കുക. ഇത് കൂടാതെ ഇതേപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഏത് മാത്രമേ ഉള്ളൂ? സിമ്പിൾ പെൻഡുലത്തിന് ടൈം പീരീഡ് കാണാൻ 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പ്രീവിയസ് ഇയർ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഡയമെൻഷൻ 2 ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷനും ചെറിയൊരു കാര്യങ്ങൾ ബാക്കിയുള്ളത് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു തരാം. ഓക്കെ, താങ്ക് യു.